എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന മഹേഷ് ഓഫീസിലേക്ക് വരുവാണ്. ഈ സമയത്ത് വിവേക് അങ്ങോട്ട് വന്നു. വിവേക് വന്നിട്ട് ചോദിച്ചു, അല്ല മഹേഷ് എന്തു പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ നിൽക്കും. ഒന്നുമില്ല എന്ന് പറയണം. അതല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നും അല്ലല്ലോ നിന്നെ. എന്തേലും പ്രശ്നമുണ്ടോ? ഇഷ്ടതയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം മുഖം കണ്ടാൽ തന്നെ അറിയാം രാത്രിയിൽ ഉറങ്ങിയിട്ടിരുന്ന് ഉറങ്ങാതിരിക്കുന്ന ഒരു പോലെയുണ്ട്. അതാ ഞാൻ ചോദിച്ചേ, രാത്രിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ വീട്ടിൽ നിന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്, അതിന് ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയണം. അല്ല, സാധാരണഗതിയിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കാറുണ്ടല്ലോ, ആ അടി ഉണ്ടാക്കിയോന്നാണ് ചോദിച്ചേ. അതോ, അത് പിന്നെ ഞങ്ങളുടെ പതിവല്ലേ. പക്ഷെ ഞങ്ങൾ അടി ഉണ്ടാക്കിയാലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുത്തോണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ ഒന്നും അല്ലാന്ന് പറയണം. മനസ്സിലായി ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് വിവേക് പറയാണ്. പിന്നീട് വിവേക് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഇങ്ങനെ ആലോചിക്കുക, താൻ ഇന്നലെ അങ്ങനെ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ലായിരുന്നു നിഷേധയോട്. താൻ ചെയ്ത് വളരെ മോശമായിപ്പോയി. കാരണം ഇതുവരെ തന്നെ അവൾ ഇന്ന് ഒരു കാര്യത്തിനും ചോദ്യം ചെയ്തിട്ടില്ല. താൻ അവിടെ രചനയുടെ വീട്ടിൽ പോയിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെ കണ്ടിട്ട് പോലും അവൾ ഒരു വാക്ക് പോലും ചോദിച്ചില്ല. പക്ഷെ ഇപ്പം താൻ അവളെ സംശയിച്ചിരിക്കുന്നു. അവൾ ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ രാത്രി കറങ്ങി നടന്നുള്ള രീതിയിൽ അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തനിക്കും അതങ്ങ് എന്തോ വിശ്വാസമായില്ലെങ്കിലും ആരാ എന്താണെന്ന് അറിയാനായിട്ടൊരു ആകാംക്ഷ തോന്നി. ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മഹേഷിൻ്റെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് മഹേഷ് എടുത്തു, പാവം ഇഷിത, അവളുടെ മനസ്സ് ഒത്തിരി നൊന്ത് കാണുമായിരിക്കും. അവളോട് ഒരു സോറിയൊക്കെ പറയണം എന്ന് കരുതിയിരിക്കുകയാണ്. രാവിലെ പറഞ്ഞാലും അവളുടെ മനസ്സിൽ അത്ര ഇത് കൊണ്ടില്ലാന്ന് തോന്നേ. കാരണം അവൾ വേറെ എന്തോ എമർജൻസി കേസിലാണ്. ഒരു കാര്യമില്ലാതെ ഇഷിത ഒരിക്കലും അങ്ങനെ താമസിക്കത്തില്ല. അപ്പം എന്താന്ന് പോലും ഞാൻ ചോദിച്ചില്ല. ചെയ്താൽ മോശമായി പോയി എന്നൊരു ചിന്തയൊക്കെ മഹേഷിൻ്റെ മനസ്സിനെ വേട്ടയാടുവാണ്. ഈ സമയം ഇഷിത ആദിയുടെ അടിയിലേക്ക് വരുവാണ്. പിന്നീട് ആദ്യയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചോദിച്ചു, അല്ലമ്മേ എൻ്റെ പേരെന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇഷിതയൊന്ന് ഞെട്ടി. എന്താ പെട്ടെന്ന് പറയണ്ടേ? ഇഷിതയുടെ നാവിൽ പെട്ടെന്ന് വന്ന പേര് ഇഷാദ് എന്നുള്ളതായിരുന്നു. ഇഷാദ് എന്ന് പറയാം. കൊള്ളാലോ, നല്ല പേരാണല്ലോ എൻ്റെ പേര്. അല്ല, എനിക്ക് പേരിട്ട അച്ഛനാണോ അതേ അമ്മയാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഇഷിത പെട്ടെന്ന് പറഞ്ഞു, അത് അമ്മയാന്ന് പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അമ്മ, നല്ല പേരെന്നൊക്കെ പറഞ്ഞ് ഇഷിതനെ കെട്ടിപ്പിടിക്കുക. പിന്നീട് ചോദിച്ചു, അല്ല മോന് വിശക്കുന്നില്ലേന്ന് ചോദിക്കാം. വിശക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, അമ്മ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. പിന്നീട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് മോൻ കഴിക്കാൻ പറയണം. അതെ, എനിക്ക് അമ്മ വാരി തന്നാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മോൻ അവിടെ ഇരിക്കുക, അമ്മ കൈ കഴുകിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പോയി കൈ കഴുകിയിട്ട് വന്നു. പിന്നീട് വാരി കൊടുക്കാനോ അവനെ. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നത്. സ്റ്റീഫൻ ഡോക്ടർക്ക് പോലും കണ്ണു നിറഞ്ഞു പോയി. തൻ്റെ ആരുമല്ലാത്തൊരു കുട്ടിയാണ്, എന്നിട്ട് പോലും സ്വന്തം മോനെ പോലെ കരുതിയാണ് ഇഷിത സ്നേഹിക്കുന്നത്. ഒരു പക്ഷേ അവന് ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ കാര്യങ്ങളൊന്നും ഓർക്കുന്നുണ്ടായിരിക്കില്ല. അവന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരിക്കുള്ളൂ. അപ്പോഴവന് ഇഷിതേനെ പോലും ഓർമ്മയുണ്ടാവില്ല. എന്നിട്ട് പോലും ഇഷിതയ്ക്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവനെ സ്നേഹിക്കുന്നത്. നാളെ സ്നേഹം തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഇഷിത അവനെ സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാം. ഈ സമയത്ത് ഇഷിത പറഞ്ഞ് വയറ് നിറച്ച് ഫുഡ് കഴിക്കണം, എന്നല്ലേ നമുക്കിവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അല്ലമ്മേ, എൻ്റെ ഓർമ്മശക്തി എനിക്ക് ഇനി തിരിച്ചു കിട്ടത്തില്ലെന്ന് ചോദിക്കാം. ആര് പറഞ്ഞ് തിരിച്ചു കിട്ടില്ലെന്ന്? മോൻ്റെ ഓർമ്മശക്തി മോൻ ഉറപ്പായിട്ടും തിരികെ കിട്ടുമെന്ന് പറയാണ്. മോൻ പേടിക്കാതിരിക്കുക, ഉറപ്പായിട്ടും തിരികെ കിട്ടുമെന്നൊക്കെ പറയാം. ഈ സമയം ആകാശിന് ആ പടര് വെപ്രാളമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ സ്കൂളിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ആദ്യം അവിടെ എത്തിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ തൻ്റെ തോന്നൽ മാത്രമായിരുന്നു തൻ്റെ വണ്ടി ആദ്യം ഇടിച്ചെന്നുള്ളത്. ചിലപ്പോൾ തനിക്ക് തോന്നിയതായിരിക്കും, അത് വേറെ ഏതെങ്കിലും ഒരു കുട്ടിയായിരിക്കും. പിന്നീട് എന്ത് ചെയ്യുവാണ്? ആദ്യനെക്കുറിച്ച് ചോദിക്കാൻ വിളിക്കാമെന്ന് കരുതിയിട്ട് ഫോൺ എടുക്കണം. ആ സമയം ഓർത്ത് ഒരു പക്ഷെ അങ്ങനെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവർക്ക് സംശയം എന്തെങ്കിലും തോന്നുമോ? അങ്ങനെ ഒരു ചിന്തയുണ്ട്. തൽക്കാലത്തേക്ക് വേണ്ട, സ്കൂളുകാരെന്തെങ്കിലും അറിയിപ്പ് തരുമോ എന്ന് നോക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്നോർത്തിട്ട് പിന്നീട് ആകാശ് വിളിച്ചില്ല. ഈ സമയം സ്കൂളിലേക്ക് കുട്ടികളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഇല്ലായിരുന്നു. ആദ്യം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രിൻസിപ്പൾ അന്വേഷിക്കുകയാണ്. ആദ്യനെ കാണാതെ വന്നിച്ചപ്പോഴത്തേനും എന്ത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലുള്ളൊരു കുട്ടി പറഞ്ഞു, അവന് വഴിയിൽ ഗൗതമ പറഞ്ഞത് വണ്ടി പോരുന്ന സമയമായപ്പോഴത്തേനും അവൻ പുറത്ത് സ്നാക്സ് മേടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. പക്ഷെ അവൻ കയറുന്നതിന് മുമ്പ് വണ്ടി വിട്ട് പോകുമെന്ന് പറയണം. എന്നിട്ട് എന്താ നീ പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് അവനും കൊച്ചല്ലേ, അവനും അത്രയ്ക്ക് ഇതുണ്ടായില്ല. പിന്നെ ഡ്രൈവറെ വിളിപ്പിക്കണം. ഡ്രൈവറെ വിളിച്ച് ചോദ്യം ചെയ്യണം. ഡ്രൈവർ പറഞ്ഞു, എനിക്കറിയില്ല, എല്ലാവരും കയറിയായിരുന്നു, എല്ലാവരും കയറിയത് കണ്ടിട്ടാണ് ഞാൻ ബസ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഞാൻ വിടത്തില്ല എന്ന് പറയണം. ഒരു പക്ഷെ അവൻ അവൻ്റെ വീട്ടിലുണ്ടോ എന്ന് അറിയത്തില്ലോ എന്ന് പറയണം. ഈ സമയം
ആകാശിന് തോന്നി ഇനി വിളിക്കാതിരുന്നിട്ട് കാര്യമില്ല, വിളിച്ച് വിവരങ്ങൾ ചോദിക്കുക, ആദ്യം എത്തിയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലോ. അങ്ങനെ സ്കൂളിലേക്ക് വിളിക്കുവാണ്. സ്കൂളിലേക്ക് വിളിച്ച് പ്രിൻസിപ്പൾ തന്നെ കോലെടുക്കുന്നത്. പിന്നീട് ചോദിച്ചു, അല്ല ആദിത്യം എത്തിയിട്ട് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് വിളിച്ചാ എന്ന് പറയണ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാട് ടെൻഷനായിപ്പോയി സിസ്റ്ററൊക്കെ. ഇനിയിപ്പോൾ എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഈ സമയം പറഞ്ഞു, അതെ ആദ്യം വന്നിട്ടുണ്ടെന്ന് തോന്നേ, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പിന്നീട് കുറച്ചേരം കഴിഞ്ഞിട്ട് ശേഷം തിരിച്ചു വിളിക്കാമെന്ന് പറയണം. ആ ശരി എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടി വേണം. അവനോടെ എത്തിയിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എത്തിയിട്ടില്ലെങ്കിൽ അവൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആരാ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല. തൻ്റെ കാർ ഇടിച്ചെന്നുള്ള ഉറപ്പാണ്. താൻ ആദ്യയുടെ മോൻ പോലെ കണ്ടേ. പക്ഷെ മദ്യലഹരിയിലായതുകൊണ്ട് അത് ശരിക്കും ഒന്നും കൊണ്ട് ഓർക്കുന്നില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായിരുന്നു. ഈ സമയം പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആദ്യം കിടന്നുറങ്ങുവാണ്. അപ്പോഴേക്കും ഇഷിത പിന്നെ തൻ്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ ആദ്യം ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതേനെ കണ്ടില്ല. ആദ്യക്ക് ഭയങ്കര വെപ്രാളമായിപ്പോയി. അപ്പോഴേക്കും നേഴ്സ് അങ്ങോട്ട് വന്നു. നേഴ്സിനോട് ചോദിച്ചു, എൻ്റെ അമ്മേനെ കണ്ടോന്ന് ചോദിക്കുക. മോൻ്റെ അമ്മയോ? അതെ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും സിസ്റ്റർക്ക് ഏകദേശം കാര്യം പിടികിട്ടി. അതെ പുറത്ത് കാണും, ഞാൻ പോയി വിളിച്ചുകൊണ്ടിരാം, മോൻ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയണം. പിന്നീട് ഇഷിതയുടെ ചെന്നിട്ട് പറഞ്ഞു, അതെ ആ കുട്ടിയെ അന്വേഷിക്കണം എന്ന് പറയണം, അവനെ ഉറക്കം തെളിഞ്ഞെന്ന് പറയാം. അതെ ഞാൻ ഇപ്പം തന്നെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ ആദ്യയുടെ അടുത്തേക്ക് എനിക്ക് ചെല്ലുവാണ്. പിന്നീട് ആദ്യയോട് പറഞ്ഞു, അമ്മ പുറത്തു വരെ പോയതായിരുന്നു, മോൻ പേടിച്ചു പോയെന്ന് ചോദിക്കാം. എനിക്കറിയില്ല, എനിക്ക് വല്ലാത്ത പേടിയാവുന്നുണ്ടെന്ന് പറയാം. തനിച്ചിരുന്ന് കഴിയുമ്പോഴത്തേനും പേടിക്കൊന്നും വേണ്ട, മോൻ്റെ കൂടെ അമ്മയില്ലേ, പിന്നെ മോൻ എന്തിനാ വിഷമിക്കണം എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ഏതാണ്ട് സന്ധ്യയോടെടുത്തു. പക്ഷേ ഇഷ്ടത്തേക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എങ്ങനെയാ ആദ്യം സ്വന്തം അമ്മയെന്നും പറഞ്ഞ് ഇരിക്കുമല്ലേ, അപ്പം എങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്? വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തനിച്ചായിപ്പോ. അവൻ രാത്രി പേടിയാണ് താനും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഇഷിതയ്ക്ക് വല്ലാത്തൊരു വിഷമം. പിന്നീട് ഇഷിത കരുതി പോവണ്ട, മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ചിലപ്പോൾ ചെല്ലത്തുള്ളൂ എന്നുള്ള കാര്യം. ഈ സമയം ഇഷിത വരുന്ന സമയം കഴിഞ്ഞിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലിയും മഞ്ജിമയും കൂടെ അങ്ങോട്ട് ഇളകി. സ്വപ്നവല്ലി പറഞ്ഞു, ഇന്നും അവൾ ഇന്നലത്തെ പോലെ തന്നെയാന്ന് തോന്നേ, ഇതുവരെയായിട്ട് അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. തമ്പുരാട്ടിക്ക് എഴുന്നുള്ള സമയമായാലും തോന്നേ, മിക്കവാറും ഇന്നും ആരുടെയും കൂടെ കറങ്ങാൻ പോയി കാണുമെന്ന് പറയാം. ഇത് കേട്ട മഞ്ജു പറഞ്ഞു, മഹേഷിന്റെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ട് ഓർന്ന് അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവളിങ്ങനെ തോന്നിയാസം പോവാ. ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസം നടത്താന്ന് ഓർത്തോണ്ടായിരിക്കും. നമ്മളോട് എമർജൻസി ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, നമ്മളതൊക്കെ അങ്ങോട്ട് വിശ്വസിക്കുമെന്ന് പറയണം. അപ്പോഴേക്കും ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു. എനിക്ക് അമ്മേനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി പറഞ്ഞു, നിന്റെ അമ്മ എവിടെയാണ്ട് പോയേക്കുവാ, ഇപ്പൊ ഡെയിലി ഇത് തന്നെയാ ആക്കിയേക്കുവാ. ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. മഹേഷിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവനതൊന്നും വിശ്വസിക്കാനും കൂട്ടാക്കുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടോണ്ട് രാമനാഥൻ അങ്ങോട്ട് വരുന്നേ. രാമനാഥൻ പറഞ്ഞു, എന്താ സ്വപ്നം, എന്താ കാര്യം എന്താന്ന് ചോദിക്കുക. അല്ല നിങ്ങളുടെ മരുമോൾ ഇതിനായിട്ടും എത്തിയില്ല, ആ കാര്യം പറഞ്ഞാന്ന് പറയാ. നീ എന്തിനാ സ്വപ്ന അവളെക്കുറിച്ച് ഓർത്ത് ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അവൾക്ക് എന്തെങ്കിലും എമർജൻസി കാണും, അതുകൊണ്ടായിരിക്കും വരാത്തതെന്ന് പറയാ. പിന്നെ എമർജൻസി എന്ത് എമർജൻസി? എമർജൻസി ഇല്ല. അവൾ ആരുടെ കൂടെ കറങ്ങാൻ പോയിക്ക. ഇന്നലെ മഹേഷ് പറഞ്ഞു കേട്ടില്ലേ, ഏതോ ചെറുപ്പക്കാരൻ്റെ കൂടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ പോയതായിരിക്കും. ഇവിടെ ചോദിക്കാനും പറഞ്ഞാനും ആളൊന്നും ഇല്ലോന്ന് പറയണം. മഞ്ജു പറഞ്ഞു, അത് ശരിയാമേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു, ഒന്നും മിണ്ടാതെ പൊക്കണം രണ്ടുപേരും കൂടെ. നിന്റെയൊക്കെ സ്വഭാവം ഓർത്തായിരിക്കും നീയൊക്കെ ഇരിക്കുന്നത്. നീയൊക്കെ പുറത്തിറങ്ങിയിട്ട് ഡോക്ടർ ഇഷിത ആരാന്ന് ചോദിച്ചു നോക്ക്, എന്താ അവരുടെ ഇന്ന് ചോദിച്ചു നോക്ക്, അപ്പോൾ അറിയാനായിട്ട് സാധിക്കും. നിന്നെയൊക്കെ പോലെയൊക്കെ വെറുതെ വീട്ടിൽ കയറി തിന്ന് കൊഴുത്തിരിക്കുമല്ല അവള്. അന്തസ്സായിട്ട് പോയി ജോലി ചെയ്യുന്നുണ്ട്. അവൾക്ക് പേരും പ്രശസ്തിയുള്ള ഡോക്ടർ. അതൊന്നും നിനക്ക് ഈ പൊത്തിനകത്തിരിക്കുന്ന നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന് പറയണം. ഇനിയിപ്പോൾ അത് പറഞ്ഞാൽ മതി രാമനെന്ന് പറയാം. നിനക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്, പോയി കിടന്ന് ഉറങ്ങാൻ മേലെ മറ്റുള്ളവരുടെ ശല്യം ചെയ്യാനായിട്ട്. പിന്നീട് മഹേഷിനെ വിളിക്കുകയാണ് രാമനാഥൻ. മഹേഷിനെ വിളിച്ച് മഹേഷോട് ചിലപ്പോഴെന്ന് ഇഷിത വരുവളെന്ന് പറഞ്ഞായിരുന്നു അച്ഛാന്ന് പറയണം. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, ചിലപ്പോൾ മോൾക്ക് എന്തെങ്കിലും ഡ്യൂട്ടി കാണുമായിരിക്കും, എമർജൻസി കാണുമായിരിക്കും, അതായിരിക്കും എന്ന് പറയാണ്. എന്തായാലും പറഞ്ഞിട്ടാണല്ലോ പോയത്. ആ ഒരു സമാധാനം രാമനാഥൻ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ മഹേഷിന് ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. ഇഷിത വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ അവൾ ഹോസ്പിറ്റലാണോ എന്നറിയണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇഷിത അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം മഹേഷിന് മനസ്സിലായി ഇഷിത ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവൾ എന്തായിരിക്കും വീട്ടിലേക്ക് വരാതെ ഒന്ന് അന്വേഷിച്ചതിൻ്റെ കാര്യം എന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വരിക. ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ മഹേഷ് അറിയും ആദ്യമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കെന്നുള്ള കാര്യമൊക്കെ. അതുപോലെ തന്നെ ആകാശം അറിയും ആദ്യം അവിടെ ചെന്നിട്ടില്ല, ഊട്ടിയിലെ സ്കൂളിൽ അവൻ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം. അപ്പം ഇനി അപ്പോൾ ആകാശം അന്വേഷിക്കുമ്പോൾ ആദ്യം ഹോസ്പിറ്റലിലുള്ള വിവരമൊക്കെ അറിയുമെന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.